എടി നിനക്കിപ്പോൾ കഷ്ടകാലം എന്നല്ല, നിനക്കിപ്പോൾ കണ്ടകശിനിയാണ്. കണ്ടകശിനി കൊണ്ടേ പോകുള്ളൂ. എടി നിൻ്റെ വീട് പണി എന്ന് തുടങ്ങിയോ അന്ന് തുടങ്ങി നിൻ്റെ ഗ്രഹപ്പിഴ, മനസ്സിലായില്ലേ? ആ വീട്ടിൽ നിനക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാമെന്ന് നീ വിചാരിക്കരുത്. എന്ന് നീ പാല് കാച്ചിയോ, പണി തുടങ്ങി. ഇനി അത് കണ്ണനാണോ പഠിച്ചോനാണോ എന്ന കാര്യത്തിൽ മാത്രമേ ഉള്ളൂ സംശയം, മനസ്സിലായില്ലേ? എന്തായാലും നിനക്കിട്ടുള്ള ഉഗ്രം പണി തന്നെയാണ് നീ ഇപ്പം പണിത് കെട്ടി ഉയർത്തിയിരിക്കുന്ന നിൻ്റെ ആ പുതിയ വീട്. അപ്പം പഠിച്ചോൻ പണി തന്നതാണോ കണ്ണൻ പണി തന്നതാണോ എന്നറിയില്ല. പാല് കാച്ചൽ ചടങ്ങ് 30-ാം തീയതി ഒന്ന് കഴിഞ്ഞേ ഉള്ളൂ. 31-ാം തീയതി അർദ്ധരാത്രി വീണ് കൈക്ക് നല്ല സാരമായിട്ടുള്ള പരിക്ക് പറ്റി. അത് എനിക്കൊന്നും പറ്റിയിട്ടില്ല, എനിക്ക് കൈ ഉളുക്കിയിട്ടില്ല, പൊട്ടിയിട്ടില്ല, ഒടിഞ്ഞിട്ടില്ല എന്നൊക്കെ കാണിക്കാനായിട്ട് നീ കാണിക്കുന്ന അഭ്യാസം ഞങ്ങൾക്ക് മനസ്സിലാവില്ലേ? കൈ അങ്ങോട്ട് അനക്കടി, നന്നായിട്ട് അങ്ങ് വീശ്. നിന്റെ സ്റ്റെപ്പിനിയുടെ തന്തയും തള്ളയും, അതായത് നിന്റെ ഇപ്പോഴത്തെ അച്ഛനും അമ്മായിമ്മയും കൂടി ഈ പെരയെ കൂടാൻ വന്ന വീഡിയോ പുറത്തിടറി. അവരുടെ വീഡിയോ കാണിക്കാൻ പറ്റില്ല എന്ന് നിനക്ക് പറയാൻ പറ്റില്ലല്ലോ. അവരുടെ വീഡിയോ നീ ഇടയ്ക്ക് കാണിക്കാറുണ്ട്. അവർ വീഡിയോയിൽ എന്നെ വരെ അവരെ കൊണ്ട് തെറിവിളിപ്പിച്ചിട്ടുണ്ട്. അപ്പം നീ ഒരു കാര്യം ചെയ്യും, അവരുടെ വീഡിയോ ഇട്. എല്ലാത്തിനും ഇവിടെ തെളിവുകൾ കൊണ്ടുവന്ന് നേരത്തുമ്പോൾ നീ ഇങ്ങനെ തെളിവില്ലാണ്ട് ചക്ക പുക്ക ബക്ക തെങ്ങ മങ്ങന്ന് പറഞ്ഞാലോ? തെളിവിടി നായിൻ്റെ മോളെ എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ, മനസ്സിലായോ? ഇടി കൂറേ. അപ്പം കൂറയുടെ വീട് കൂറയ്ക്ക് തന്നെയുള്ള ഒരു പാരയാണ്. ആ വീടിൻ്റെ കാര്യം ഈ സ്വാഹ, വീട്ടിൽ താമസിക്കുന്നവരുടെ കാര്യം പോക്ക. അപ്പം കണ്ണൻ്റെ പടം വരച്ചിട്ട് നീ വരുത്തി കൂട്ടിയ കാര്യങ്ങൾ ഞാൻ അന്നേ നിന്നോട് പറഞ്ഞില്ലടി കോപ്പെ. മതവും കണ്ണനെയും വെച്ച് കളിക്കരുതെന്ന്. ഇപ്പം എന്തായി? വീട്ടിലേക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്? അതങ്ങനെയാണ്. ഈ വീടിൻ്റെ പാല് കാച്ചൽ എന്നോ തുടങ്ങി. അന്ന് മുതലേ നിനക്ക് ദുശകുനമാണല്ലോടി ഈ ഗ്രഹപ്പിഴ എന്ന് പറയും. ഗ്രഹപ്പിഴ അതാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടകശനി നിന്നെ കൊണ്ടേ പോവുള്ളൂ. ഇല്ലെങ്കിൽ എന്നെ ദിങ്ങനെ വിളിച്ചോടി കോപ്പേ മറുതേ കാണിട്രാപ്പ് കാരി കബഡ ബറ്റേ എന്നാണ് പറയാനുള്ളത്.